നമസ്കാരം. പോലീസ് സഹകരണ സംഘത്തിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വായ്പയെടുത്ത വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ കേസെടുത്തിട്ടും വകുപ്പുതല നടപടിയെടുക്കാത്തത് വിവാദമാകുന്നു. 4 മാസങ്ങൾക്ക് മുൻപ് കാളിയാർ പോലീസാണ് കേസെടുത്തത്. ഇടുക്കി സ്വദേശിയായ നവാസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സമാനമായ രീതിയിൽ പണം തട്ടിയ കേസിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ വനിതാ ഉദ്യോഗസ്ഥയെ വകുപ്പുതല നടപടിക്ക് വിധേയമാക്കിയില്ല. 2021 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. 10 ലക്ഷം രൂപയാണ് പ്രതി പോലീസ് സഹകരണ സംഘത്തിൽ നിന്നും ലോൺ എടുത്തത്. വായ്പ എടുക്കാനായി പരാതിക്കാരന്റെ വ്യാജ ഒപ്പിട്ട് സാലറി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ പ്രതി ഹാജരാക്കിയായിരുന്നു. വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് തന്റെ പേരിൽ ലോൺ എടുത്ത വിവരം പരാതിക്കാരൻ അറിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ നാളിതുവരെ ഇവർക്കെതിരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സമാന രീതിയിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വായ്പ എടുത്ത കേസിൽ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പടമുഖം സ്വദേശിയുടെ പരാതിയിൽ സഹകരണ സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. 2017 20 ലക്ഷം രൂപ പോലീസ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുക്കുന്നത്. 4 പേരുടെ ജാമ്യത്തിലായിരുന്നു വായ്പ. ഇതിൽ തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്നായിരുന്നു പരാതി. SP ഓഫീസിലെ അക്കൗണ്ടന്റ് ഓഫീസർ നൽകിയ സാലറി സർട്ടിഫിക്കറ്റാണ് ജാമ്യത്തിനായി നൽകിയിരുന്നത്. ഇത്തരത്തിലൊരു സാലറി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ സാലറി സർട്ടിഫിക്കറ്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘം പണം അനുവദിച്ചത്. പോലീസുകാരൻ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കുമെന്നുള്ള നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പരാതിക്കാരൻ സംഭവം അറിയുന്നത്. ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്.